ഹലോ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട മത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ അത് നമ്മൾ മത്തിയൊക്കെ കഴുകാൻ വൃത്തിയാക്കാൻ വേണ്ടി വെള്ളത്തിൽ എടുത്തിട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളകാണ്. ഇവിടെ 4 പച്ചമുളക് രണ്ടാക്കി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6-7 വെളുത്തുള്ളി. ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. വലുതാണെങ്കിൽ 3-4 എണ്ണം മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം പുളി, ഉപ്പ് ആവശ്യത്തിനും, 1/4 സ്പൂൺ മുളക് പൊടിയല്ല കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്ന് പേസ്റ്റ് പോലെ അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതും ഒരുപാട് ഇട്ട് അരയ്ക്കണ്ട. ഞാൻ അപ്പോൾ തേങ്ങ 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത്. ചെറിയ ജാറിലായതുകൊണ്ട് ഞാൻ 2 ട്രിപ്പ് ആക്കിയാണ് അരയ്ക്കുന്നത്. പിന്നെ അതാ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. തേങ്ങയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് മത്തിയാണ് മെയിനായിട്ട് ചേർക്കേണ്ടത്. പിന്നെ അതാ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് അരപ്പും എല്ലാ മീനിലും ആവത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് മീൻ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അരപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. മീൻ വേവത്തക്ക രീതിയിൽ അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പിണമ്പുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അത് 2ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് മീൻ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. വെള്ളം കുറച്ചും കൂടെ പറ്റാനുണ്ട്. ഞാൻ ഇനി മുകളിൽ കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയാപ്പില ഇട്ട് കൊടുത്തിട്ട് മീൻ പൊടിയാതെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഞാൻ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചപ്പോൾ പുളി കുറച്ച് അരച്ചതാണ്, നമ്മളെ സാദാ പുളി. അപ്പോൾ പുളി നോക്കിയിട്ട് വേണം പിണമ്പുളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതാ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് വെള്ളം നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ നമ്മളുടെ മീൻ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് ഈ മത്തിത്തോരൻ്റെ റെസിപ്പി. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.